ഫിൽമോറ 14 ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡ്രൈവിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. വിൻറാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോൾഡർ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ കാണിക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഫയൽ കൊടുക്കുക. ഡെസ്ക്ടോപ്പ് നമുക്ക് എവിടെ വേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പാണ് സെലക്ട് ആക്കുന്നത്. സെലക്ട് ആക്കിയിട്ട് ഓക്കെ കൊടുത്തു. പാസ്വേഡ് ചോദിക്കും. 1 2 3 പാസ്വേഡ് കൊടുത്തു. ഓക്കെ കൊടുത്തു. എക്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആ ഫോൾഡർ വന്നിട്ടുണ്ട്. PC ലാപ്ടോപ്പ് വെർഷൻ എന്നുള്ള ഫോൾഡർ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. അതിൽ സെറ്റപ്പ്. ഓക്കെ, സെറ്റപ്പ് എടുത്തു. വണ്ടർഷെയർ ഫിൽമോറയുടെ ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റണ്ണേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓൾറെഡി 14 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നിലവിൽ അതിനെ റിമൂവ് ചെയ്തിട്ടാണ് പുതിയത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് റിമൂവ് ചെയ്യണോ വേണ്ട എന്നുള്ളൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. യെസ്, ഓൾറെഡി ഇതിൽ വേറെ വേർഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണോ വേണ്ട എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എന്ത് യെസ് കൊടുത്ത് ഒഴിവാക്കുകയാണ്. പുതിയത് ചെയ്യുകയാണ്. ഓക്കെ, നിലവിൽ ഇവിടെ ഐക്കൺ ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഐ ഹാവ് റീഡ് ദ എഗ്രിമെൻറ്റ് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് എന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഓൾറെഡി നിലവിൽ ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതല്ല ഇപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതല്ല വേറെ അങ്ങോട്ടേക്ക് നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ലൊക്കേഷൻ മാറ്റി കൊടുക്കാം. ഏതെങ്കിലും ഡ്രൈവിലേക്ക് മാറ്റണമെങ്കിൽ C അല്ലാതെ മറ്റേത് ഡ്രൈവിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം. നോ പ്രോബ്ലം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ലൊക്കേഷൻ മാറ്റുന്നുണ്ട്. ഞാൻ ഈ ലൊക്കേഷൻ ഓക്കെ, ഞാൻ പ്രോഗ്രാം ഫയലിലേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാം ഫയലിലേക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ കൊടുത്തു. പ്രോഗ്രാം ഫയലാണ് ഞാൻ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട റിയൽ ടൈം പ്രൊട്ടക്ഷൻ. നമുക്കിവിടെ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതിൽ ആൻറ്റിവൈറസ് ഉള്ള ആളുകളുടെ ആൻറ്റിവൈറസ് ഇതെല്ലാം എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഇവിടെ വന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക. എന്നിരുന്നാൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രാക്ക് ഫയലിന് എന്ത് ചെയ്യും, ആൻറ്റിവൈറസ് അല്ലെങ്കിൽ റിയൽ ടൈം നശിപ്പിക്കും. അത് ഇല്ലാതിരിക്കാൻ നമ്മൾ ഈ റിയൽ ടൈം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആൻറ്റിവൈറസ് എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. സോറി, ഡിലേ വരുന്നുണ്ട്. ക്ലോസ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യാം, ചെയ്യാം.
ഇവിടെ ഈ ഒരു പാർട്ടിൽ ബ്ലാങ്ക് ആണ്. ഈ ഒരു പാർട്ടിലേക്കായിരിക്കാം മേ ബി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഐക്കൺ ലോഡ് ആവുന്നത്. ഡെസ്ക്ടോപ്പിൽ ഈ ഒരു പാർട്ടിലേക്കായിരിക്കും. ഓക്കെ, യെസ്, ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഈ വണ്ടർഷെയറുടെ ഈ ഫിൽമറുടെ ഇൻസ്റ്റാളേഷൻ ഓക്കെ ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ലോഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ലോഞ്ച് ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോമിൻ്റെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അത് ഓപ്പൺ ചെയ്യേണ്ട, ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിയൽ ടൈം പ്രൊട്ടക്ഷൻ, ഇവിടെ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് എന്ത് വേണം, ഓഫ് ചെയ്ത് വെക്കണം. റിയൽ ടൈം പ്രൊട്ടക്ഷൻ, അതുപോലെ നമ്മുടെ വൈറസ്, ഈ റിയൽ ടൈം പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിവൈറസുകൾ ഉണ്ടെങ്കിൽ അത് എല്ലാം ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ക്രാക്ക് ഫയലുകൾ അത് നശിപ്പിക്കും. ഓക്കെ, റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്ത് വെക്കുക. ഈ ക്ലൗഡ്സ് എല്ലാം ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻറ്റിവൈറസ് ഉണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫോൾഡറിൽ ക്രാക്ക് ഫിക്സ്, ഓക്കെ, കണ്ടോ, അഞ്ച് ഫയലുകൾ ഉണ്ടാവും. ഈ 5 ഫയലുകൾ എന്ത് ചെയ്യുക, കോപ്പി ആക്കുക. കോപ്പി ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഫിൽമോറയുടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എടുക്കുക. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എടുത്തിട്ട് ഇവിടെ 14.0.7 എന്ന ഫോൾഡർ ഉണ്ട്, ഓപ്പൺ ചെയ്യുക. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. റീപ്ലേസ് ദ ഫയൽസ് ഇൻ ദ ഡെസ്റ്റിനേഷൻ എന്നത് ഓക്കെ കൊടുക്കുക. ആ 5 ഫയലുകളും ഇവിടെ ഉണ്ടാവും, പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ക്ലോസ് ചെയ്യാം നമുക്ക്. ശേഷം ഈ ഒരു സംഭവം നമുക്ക് ഡയറക്റ്റ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ടാസ്ക് ബാറിൽ പോയിട്ട് ടാസ്ക് മാനേജർ എടുക്കുക. ടാസ്ക് മാനേജറിൽ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു വണ്ടർഷെയർ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടാവും. സെറ്റപ്പ് അൺഇൻസ്റ്റാൾ സെലക്ട് ചെയ്യുക, എൻഡ് ടാസ്ക് കൊടുക്കുക. അത് ക്ലോസ് ആവും. ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് അഡ്മിനിസ്ട്രേറ്റർ ത്രൂ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽമോറയുടെ ഇൻസ്റ്റാളേഷൻ അതുപോലെ ക്രാക്കിംഗ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത് ക്രാക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, ഈ രൂപത്തിൽ എല്ലാവരും ചെയ്യാം. ഓക്കെ, എന്നിരുന്നാൽ നമുക്ക് കറക്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. ഇത് വാട്ടർമാർക്കില്ലാതെ നമുക്ക് ഫയലുകൾ എക്സ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, പ്രൊജക്റ്റ് എടുത്തു. പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് 1-2 പിക്ക് ചെയ്തു. ഇനി ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, എക്സ്പോർട്ടിൽ പോയിട്ട് ക്രിയേറ്റ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് മെത്തേഡിലെ ഫയൽ നെയിം, കാര്യങ്ങൾ, ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്യാം. അതിൻ്റെ ക്വാളിറ്റി ഹൈ ആണോ, ലോ ആണോ, മീഡിയം ആണോ ഒക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ മാർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എക്സ്പോർട്ടായിട്ട് കിട്ടുന്നതാണ്. ഓപ്പൺ ഫോൾഡറിൽ പോയിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. കൺവേർട്ടഡ് സക്സസ്ഫുള്ളി ആണ്. ഓപ്പൺ ഫോൾഡറിൽ പോയിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ വാട്ടർ മാർക്ക് ഇല്ലാതെ വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, ഈ രൂപത്തിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്.
ഈ രൂപത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്കും ബെല്ലൈക്കണൊക്കെ ചെയ്തേക്കും. നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, താങ്ക് യു.